ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ. എന്നാൽ പിന്നെ ഇച്ചിരി പഴങ്കഞ്ഞി കുടിക്കാൻ വലിയ ആഗ്രഹം. നേരെ ഒരു മൺചട്ടിയിലോട്ട് ഇച്ചിരി ചോറിട്ട് അതിനകത്തൊരു നല്ല കട്ട തൈര് ഒഴിച്ചു. ഇന്നലത്തെ കേരക്കറി ഇരിപ്പുണ്ടായിരുന്നു. കേരക്കറി ഈ തലേദിവസത്തെ കേരക്കറിയിൽ മുളകൊക്കെ പിടിച്ച് കഴിയുമ്പോൾ വല്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നേരെ ഇച്ചിരി കേരക്കറിയുടെ ചാറ് അതിനകത്തോട്ട് ഒഴിച്ച് ആ കേരക്കറി ഒഴിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു നല്ല രസമല്ലേ കാണാൻ. നേരെ നമ്മൾ പഴങ്കഞ്ഞിക്കൊപ്പം എടുത്തിരിക്കുന്നത് കപ്പ, മീൻകറി, മീൻ വറുത്തത്, അതുപോലെ കൂന്തൽ റോസ്റ്റ്, ഉള്ളി, ഉപ്പിലിട്ടത്, അങ്ങനെ ഒരുപാട് ഐറ്റം എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പഴങ്കഞ്ഞിലോട്ട് കപ്പ ഇട്ടു, പിന്നെ കൂന്തൽ റോസ്റ്റ് ഇട്ടു, ചിക്കൻ തോരൻ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2-3 ചെറിയ ഉള്ളി എടുത്തിട്ടു. ചെറിയ ഉള്ളിയെ കാണാൻ എന്താ രസമല്ലേ. പിന്നെ നമ്മൾ 2-3 കാന്താരി, അതുപോലെ തന്നെ 1-2 ഉപ്പിലിട്ട നെല്ലിക്ക എല്ലാം കൂടി ചേർത്ത് ഞെരടി. എല്ലാം കൂടെ ചേർത്ത് ഞെരടുമ്പോൾ ആ പഴങ്കഞ്ഞിയുടെ കളർ തന്നെ മാറുമല്ലേ. എനിക്കാണെങ്കിൽ ഇത് ഞെരടുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറുമായിരുന്നു. പഴങ്കഞ്ഞി ഒരു വല്ലാത്ത ടേസ്റ്റാണ്. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് പഴങ്കഞ്ഞി ഇങ്ങനെ ഞെരടി ഓരോ പീസായിട്ട് എടുത്തിട്ട് നമുക്കിന്ന് പഴങ്കഞ്ഞിനോടുള്ളത് നേരെ എടുത്തിരിക്കുന്നത് അയല വറുത്താണ്. അയലയുടെ വാല് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അയല വറുത്തതും എല്ലാം കൂടെ ചേർത്ത് ഞെരടി പഴങ്കഞ്ഞി വായിലോട്ട് വെക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ട്. ഉഫ്.